ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് കടന്നു വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ അതായത് നിങ്ങൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്കൊന്ന് മാനസികമായിട്ടൊന്ന് ഒരു ഉണർവ് കിട്ടണം, ഒരു കര പിടിക്കണം, ഒരു കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടി നിങ്ങൾക്കൊന്ന് രക്ഷപ്പെടണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ശാരീരികവുമായിട്ടും മാനസികമായിട്ടും നിങ്ങൾക്കൊന്ന് മനസ്സറിഞ്ഞ് ചിരിക്കണം, എല്ലാവരെ പോലെയും നോർമലായിട്ട് സന്തോഷിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു രീതിയിൽ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഒരു വെളിച്ചം, ഇപ്പൊ നിങ്ങൾക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ ഒരു 1/2 കിലോമീറ്റർ അകലെ ആയിരിക്കാം, 1 കിലോമീറ്റർ അകലെ ആയിരിക്കാം, അത്രയും ഡിസ്റ്റൻസേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വഴി അറിയില്ല. ആ ഒരു കാര്യം എത്തിപ്പിടിക്കണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം നടത്തണം, ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആക്കണം. ചില ആളുകൾക്ക് ജോലിയുടെ കാര്യം ക്ലിയർ ആക്കണമെന്നുണ്ട്, ധനസമ്പാദനം കാര്യങ്ങൾ ക്ലിയർ ആക്കണമെന്നുണ്ട്, കുറച്ചാളുകൾക്ക് റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കതൊന്ന് ക്ലിയർ ആക്കണം, ഒന്ന് മനസമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങണം. അങ്ങനെയുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു വഴികാട്ടി, ആ ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുന്നു. യൂണിവേഴ്സായിട്ട് തന്നെ തുറന്നു വരുന്നു. ഒരു എന്താ പറയാ, ഒരു പുതിയൊരു വെളിച്ചമായിട്ട് തന്നെ ഒരു തുറവി നിങ്ങൾക്ക് കിട്ടുന്നു. അത് കാണേണ്ടത് ആരാണ്? നിങ്ങളാണ്. നിങ്ങൾക്കത് തട്ടിമാറ്റാം, നിങ്ങൾക്ക് ആ വഴി സ്വീകരിച്ച് ആ വഴിയിൽ കൂടി പോവുകയും ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ട്, അയ്യോ ഏതായിരിക്കും ശരി, അതായിരിക്കോ ശരി, ഇതായിരിക്കോ ശരി, മറ്റതായിരിക്കോ ശരി, ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കോ, അവരെ വിശ്വസിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കോ, എന്ത് ഏത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ കാൽക്കുലേഷൻ ഇങ്ങനെ ഒരുപാട് നടത്തും. അപ്പൊ കുറെ ഓവർ തിങ്കിങ് ഒന്ന് മാറ്റി നിർത്തുക. നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈഫിന് ഒരു പുതിയ തുടക്കമാണ്, ഒരു ഉണർവ്, സന്തോഷം, സമാധാനം, ഒരു എന്താ പറയാ, ഒരു സമാധാനത്തോടു കൂടിയുള്ള ഉറക്കം, അതൊക്കെ ഇവിടെ കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്തുണ്ടെങ്കിലും ഒരു സമാധാനത്തോടു കൂടിയുള്ള ഒരു ഉറക്കം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. മനസമാധാനം കളയുന്ന ഒരു പരിപാടിയിലോട്ടും പോവാതിരിക്കുക. മനസമാധാനവും സന്തോഷവും സമാധാനവും ഉറക്കമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു മനസമാധാനക്കേടും വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു സമാധാനം കളയുന്ന പരിപാടികളിലോട്ട് എത്തി നോക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഇങ്ങനെ അയ്യോ എനിക്ക് എന്നാലും അങ്ങനെ എന്നെ അവരെന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തല്ലോ, ഞാനിങ്ങനെ നിന്നിട്ടും എന്നെ ഇവരിങ്ങനെ ട്രീറ്റ് ചെയ്തല്ലോ, ഞാനൊരു കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ നിങ്ങളിങ്ങനെ അയവിറക്കി ചില സമയത്ത് മെന്റൽ ട്രോമയിലോട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ ഇത്രയും നാള് നടന്നതും ഇത്രയും നാള് സംഭവിച്ചതും ഓക്കെ, അത് നമ്മൾ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. നമുക്കിത് ഇപ്പൊ നടന്ന കാര്യങ്ങളെ തിരുത്താൻ പറ്റില്ല, ആ നടന്നത് നടന്നുപോയി. ഇനി എന്താണ്, ഇനി മുന്നോട്ട് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഉള്ളിൽ അങ്ങനെ എന്നോട് പെരുമാറി, അയ്യോ ഇങ്ങനെയാണല്ലോ, ഞാനൊരു തെറ്റും ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ, ഈ പുറകിലോട്ടുള്ള ഒരു എത്തിനോട്ടം കൂടുതലാണ്.
ഫ്രണ്ടിലോട്ടുള്ള വെളിച്ചം കാണുന്നില്ല. അപ്പൊ അതൊന്ന് മാറ്റുക. ഫ്രണ്ടിലോട്ടുള്ള വെളിച്ചത്തിൽ പുറകോട്ട് നോക്കി 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 നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടും ഉണ്ടാവില്ല, ബാക്കും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കാരണം നിങ്ങൾ ഒരേ സമയം എന്താണ് നല്ല കണിശക്കാരായിട്ട് ദേഷ്യക്കാരായിട്ടൊക്കെ ഇരിക്കും. ഒരേ സമയം നിങ്ങളെപ്പോലെ അത്രയും പാവം ഈ ലോകത്തും ഉണ്ടാവൂല. അതാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്വയം അറിയാൻ പറ്റും. അയ്യോ, ഞാനൊരാവശ്യമില്ലാതെ അവരോടൊക്കെ ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞാനൊരാവശ്യമില്ലാതെ ഇവരോടൊക്കെ ദേഷ്യപ്പെട്ടു. അയ്യോ, ഞാൻ എത്ര ദേഷ്യപ്പെടണ്ടായിരുന്നു. അയ്യോ, ഞാൻ എന്നെപ്പോലെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇല്ലല്ലോ. ഞാൻ ഇത്രയും അവരോട് കരുണ കാണിച്ചു, ഇത്രയും പരിപാടികൾ സഹായം ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനെയാണല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരേ സമയം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇങ്ങനെ സഹതാപം തോന്നുന്നു, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നുന്നു. അതൊക്കെ ജസ്റ്റ് അതെല്ലാ മനുഷ്യർക്കുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് വിട്ടുകളയുന്നേ. ഓക്കെ ബ്രോ. അപ്പൊ അതൊക്കെ ഒന്ന് വിട്ടുകളാം. വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിലോട്ടൊക്കെ പോകണ്ടല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഈ കൂടുതലൊന്ന് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. നല്ല രീതിക്കൊന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനൊന്ന് ശ്രമിക്കുക. ഈ ചൂട് കൂടുതലുള്ള അസുഖങ്ങൾ, ഈ പകർച്ചവ്യാധി പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ ജോലി സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നൈബേഴ്സിന്റെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് മാറിപ്പോവുക. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കുള്ള പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ പോവരുത്. കാരണം ഈ പകർച്ചവ്യാധികൾ എന്തെങ്കിലും വരാൻ നല്ല ചാൻസ് ഉണ്ട്. വൈറലായിട്ടുള്ള കാര്യങ്ങൾ, പകർച്ച വഴി വരുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊന്ന് നിങ്ങൾ ഒന്ന് നോക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു പരിപാടി, എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങളിലോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രാ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചതാണെങ്കിലും ഇനി പ്ലാൻ ചെയ്യാതെ വെറുതെ ഒന്നും അറിയാതെ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു യാത്ര ഈയിടക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ തരുന്ന, നിങ്ങളുടെ ലൈഫിന് നല്ല കാര്യങ്ങൾ തരുന്ന, സമാധാനം തരുന്ന, സന്തോഷം തരുന്ന കാര്യങ്ങൾ. ഏതെങ്കിലും ദേവാലയങ്ങളിൽ നിന്നുള്ള പ്രസാദം കഴിക്കാനുള്ള, അമ്പലമായിരിക്കാം, പള്ളികളായിരിക്കാം, ഏതെങ്കിലും ദേവാലയങ്ങളിൽ നിന്നും ഉള്ള പ്രസാദങ്ങൾ കഴിക്കാൻ, നേർച്ചകൾ കഴിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന പരിപാടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഴിക്കുന്ന, ഇഷ്ടപ്പെട്ട പരിപാടികൾ കഴിക്കുന്ന പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ചിന്തകളൊന്ന് കുറക്കുക. കാരണം നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് ചില സമയത്ത് കറങ്ങി എല്ലാ രാജ്യങ്ങളും കറങ്ങി വരുന്ന ഒരവസ്ഥയാണ്. ചില സമയത്ത് നിങ്ങളുടെ ചിന്ത തന്നെ നിങ്ങൾക്ക് വാള് പിടിച്ചിരിക്കുന്ന പോലെയുള്ള പരിപാടി ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണ്ടേ? ഇവിടെ ലൈഫൊക്കെ ഒരു നല്ല രീതിയിൽ നല്ല വഴിയിലോട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ ജോലിയുടെ സംബന്ധമാണെങ്കിൽ അത് ശരിയാകാത്തവർക്ക് അങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ എവിടെയോ പോവാനായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ജോലി സ്ഥലങ്ങളിലോട്ട് പുതിയതായിട്ട് പോകാനോ അല്ലെങ്കിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്ന പരിപാടികളോ സാമ്പത്തികമായിട്ടൊരു കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ എന്താ പറയാ, എന്തെങ്കിലും പൈസ സംബന്ധമായിട്ടുള്ള ഇടപാടുകളൊക്കെ നിങ്ങളുടെ കയ്യിലോട്ട് വരുവാണോ? ധനനഷ്ടമല്ല, ധനം വരുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ വേണ്ടുന്ന കാര്യത്തിന് ചെലവാക്കാതെ വേണ്ടാത്ത നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ രണ്ടാമതും മേടിച്ചു വെക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അത് അവരവരുടെ ചോയ്സാണ്. അത് ഞാൻ പറയില്ല കേട്ടോ.
കാരണം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇപ്പൊ ഒരു ഷൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ പോലെ തന്നെ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ്, കുറച്ച് അനാവശ്യ ചെലവുകൾ വേണ്ടുന്നതിന് ചെലവാക്കാതെ വേണ്ടാത്ത കാര്യത്തിന് ചെലവാക്കുന്ന ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് അറിഞ്ഞ് ചെലവാക്കുക. ആ ഒരു പരിപാടി ഉണ്ട്. അല്ലാതെ നിങ്ങൾ അയ്യോ ഇനിയും അങ്ങനെ തന്നെ തുടരുമോ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയുള്ള ടെൻഷൻ മാറ്റുക. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ മുൻകൂട്ടി നിങ്ങൾ തന്നെ നിങ്ങളുടെ വിധി എഴുതല്ലേ ഓവർ തിങ്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ എല്ലാത്തിനും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് പുതിയ പരിപാടികളാണ്. നിങ്ങൾ ഇപ്പോഴും ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. ആ പ്രതീക്ഷയിൽ തന്നെ പോവുക, ആ ഒരു വഴിയിൽ തന്നെ. വഴി വരുമ്പോ അത് തിരിച്ചറിയുക. എല്ലാം നമ്മൾക്ക് സ്പൂൺ ഫീഡിങ് പറ്റില്ലല്ലോ. അപ്പോൾ ആ വഴി വരുമ്പോ ആ ഒരു കാര്യം ഒന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ തന്നെ ഒന്ന് പോവുക. കാരണം എന്തായാലും ഒരു വഴി, ഒരു തെളിച്ചം, ഒരു വെളിച്ചം, അത് ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചറിന്റെ രൂപത്തിലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ആളുകളുടെ വായിൽ നിന്ന് തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് പലതും മാറാനുള്ള ഒരു സാഹചര്യം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത് തട്ടിക്കളയാതെ അതെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, സ്പൂൺ ഫീഡിങ് നമുക്ക് പറ്റത്തില്ലല്ലോ. ആ ഒരു തിരിച്ചറിവ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അവർക്ക് നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.